കർത്താവിന് മഹത്വം. പൂർത്തീകരിക്കപ്പെട്ട യുഗാന്ത്യ ശാസ്ത്രം എത്രത്തോളം ആധുനിക ലോകത്ത് ആധികാരികവും ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറയെ ഒരിക്കൽ കൂടെ ഉറപ്പിക്കുന്നതുമാണ് എന്ന ചിന്ത നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ വന്നത്. നമുക്കറിയാം, ഓരോ കാലങ്ങളനുസരിച്ച് നമ്മുടെ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് പ്രസംഗിക്കുന്ന യുഗാന്ത്യ സത്യങ്ങൾ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ കളം മാറ്റി ചവിട്ടുന്നത് കണ്ടിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ തന്നെ സാഹചര്യത്തിനനുസരിച്ച് അവരെ മാറ്റുന്നത് കണ്ടിട്ടുണ്ട്. കുവൈറ്റ് യുദ്ധം എൻ്റെ ഓർമ്മയിൽ സദാം ഹുസൈൻ കുവൈറ്റിനെ ആക്രമിക്കുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവാണെന്നും സദാം ഹുസൈൻ അന്തിക്രിസ്തുവാണെന്നും സദാം ഹുസൈന്റെ ഹെലികോപ്റ്റർ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വെട്ടിക്കിളിയാണെന്നും ഒക്കെ കൃത്യമായ നിലയിൽ ആധികാരികമായി പ്രസംഗിച്ച് തൊപ്പിയടിച്ച് ഇന്ന് ഒരു നാണവും മാനവും ഇല്ലാതെ വീണ്ടും പുതിയ സംഭവമായിട്ട് പ്രസംഗിച്ചു നടക്കുന്ന ആളുകളെ കാണാൻ പറ്റും. നമുക്ക് ബോധിച്ചതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, സമയത്തിനനുസരിച്ച്, ആനുകാലിക സംഭവങ്ങൾക്കനുസരിച്ച് വ്യതിയാനം വരുന്നതല്ല വിശുദ്ധ വേദപുസ്തകം. വേദപുസ്തകത്തിന്റെ സത്യങ്ങൾക്ക് മാറ്റമില്ല. 2019 കൊറോണ വന്നു, നമുക്കറിയാം. അന്ന് ഇവിടുത്തെ മുഴുവൻ ഉപദേശിമാരും കർത്താവിന്റെ വരവ് സമീപിച്ചിരിക്കുന്നു, വാതുക്കലായിരിക്കുന്നു. താണ്ടെ വാതിലിന്റെ കൊളുത്ത് താണ്ടെ തുറന്നിരിക്കുന്നു. എന്നിട്ട് കർത്താവ് ഇങ്ങനെ ഒളിച്ചു നോക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം കൂടെ പ്രസംഗിച്ചു തുടങ്ങി. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ നേഷൻ, ദൈവത്തിന്റെ ജനമൊന്നുമല്ല. ദൈവികമായ വചനവുമായിട്ടോ തിരുവെഴുത്തുമായിട്ടോ പ്രവചനമായിട്ടോ ഒരു ബന്ധവുമില്ല. ഇനി ഏതവം എന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. കാരണം ഇസ്രായേലിനെ വീണ്ടും ദൈവം AD 70 ശേഷം യെരൂശലേമിന്റെ നാശത്തിന് ശേഷം പുനഃസ്ഥാപിക്കുമെന്ന് വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു വാക്യവുമില്ല. എസെക്കിയേൽ അങ്ങനെ പറയുന്നു, ജെരമ്യാവ് ഇങ്ങനെ പറയുന്നു, ഹോശിയ അങ്ങനെ പറയുന്നു. നിങ്ങൾക്ക് പറയാം, അതൊക്കെ ഇറ്റ്സ് നോട്ട് ബേസ്ഡ്. ഇന്ന് നിങ്ങൾ 1948 ഇസ്രായേലിന്റെ പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വാക്യമല്ലത്. അതിന്റെ പശ്ചാത്തലം ആര് എന്തിനു പറഞ്ഞു എന്നുള്ളത് പോയി ബോധം ഉണ്ടെങ്കിൽ പഠിക്കുക. അപ്പം ഇങ്ങനെ കാലത്തിനനുസരിച്ച് യേശുവിന്റെ വരവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? കൊറോണ കഴിഞ്ഞു. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഉദ്ദേശം പറയും, കൊറോണയ്ക്ക് ശേഷം കൊറോണ തീരുന്നതിന് മുമ്പ് കർത്താവ് വരും എന്ന് പറഞ്ഞ പുള്ളികളാണ്. ഇനിയും വേറെ എന്നതെത്തിയില്ല. അപ്പൊ ഇനി കൊറോണയ്ക്ക് ശേഷം ഇറാനും ഗാസയും ഇസ്രായേലും തമ്മിൽ യുദ്ധം വന്നപ്പോൾ ഉടനെ അത് കർത്താവിന്റെ വരവാന്ന് പറഞ്ഞു. എന്തോ പൊളിഞ്ഞു പാളി. അത് കഴിഞ്ഞപ്പോൾ കാണാം ഇറാനുമായിട്ട് യുദ്ധം തുടങ്ങി. കർത്താവിന്റെ വരവെടുത്തിരിക്കുന്നു, റഷ്യയും ചൈനയും ഒരുമിച്ച് വരാൻ പോകുന്നു, സിൽക്ക് പാത ഒരുക്കപ്പെട്ടിരിക്കുന്നു. ഇത് നാണവും മാനവും ഇല്ലാതെ എന്തോ നാണവും മാനവും. ഇവിടെ ഒരു സത്യം പറയുമ്പോൾ ആ സത്യം സത്യമാണെന്ന് പറയാനും അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അല്ലെങ്കിൽ കൊറോണയ്ക്ക് ശേഷം ഉടനെ കർത്താവ് വരുമെന്ന് ഞങ്ങൾ പറഞ്ഞായിരുന്നു, അബദ്ധമായി പോയി എന്ന് പറയുന്ന ഏതെങ്കിലും ഉദ്ദേശം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മൾ പറയുന്ന സത്യം, ഞങ്ങൾ പറയുന്ന വിശ്വസിച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മുടെ ധാരണ. തെറ്റാ. ഇത് വേദോസമല്ല. ഇങ്ങനെ തോന്നുമ്പോൾ നമ്മളിങ്ങനെ വേഷം മാറി ആശയങ്ങൾ മാറ്റി സംസാരിക്കുന്നതല്ല വിശുദ്ധ തിരുവെഴുത്ത്. ആദ്യം മനസ്സിലാക്കുക. കൊറോണ കഴിഞ്ഞു, ഇറാന്റെ യുദ്ധം പോയി, ആകപ്പാടെ എല്ലാം ചമ്മിക്കുത്തിയിരിക്കുക. ഇനി അടുത്ത് എവിടെയെങ്കിലും യുദ്ധം ഉണ്ടോ എന്ന് നോക്കി നടക്കും. എന്തിനാ? അന്നേരം ഇവന്മാര് പഴയ പാത്രത്താളും എല്ലാം എടുത്തോണ്ട് തട്ടിക്കൊണ്ട് കർത്താവിന്റെ വരവ്. ഞാൻ കൂടുതൽ വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കാൻ പറഞ്ഞല്ല. ഇതെല്ലാം തെറ്റാണ്. ജനങ്ങളോട് കൊടുക്കുന്ന ഇത് പൊതുസമൂഹം കേൾക്കുമ്പോൾ പറയാം, ഇവന്മാർക്ക് തലയ്ക്ക് ഭ്രാന്താന്ന് ചോദിക്കും. ഞാൻ വിശുദ്ധ വേദപുസ്തകത്തെയും ഇത് കൃത്യമായി പഠിപ്പിക്കുന്ന ചില ആളുകളുടെ ചില കമന്റ്സും കൂടെ ഞാൻ ചേർത്ത് വായിക്കാനായിട്ട് ആഗ്രഹിക്കും. ഈ R.C. സ്പ്രൗൾ എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതൻ പറഞ്ഞൊരു കാര്യം ഇങ്ങനെ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പുതിയ നിയമത്തിൽ 3/2 ഭാഗവും നേരിട്ടോ അല്ലാതെ യുഗാന്ത്യ ശാസ്ത്രപരമാണ്. ജെയിംസ് മോണ്ടിഗോറി എന്ന് പറയുന്ന ബോയ്സ്, നിങ്ങൾക്കറിയാം, അത് കമന്ററി എഴുതിയിട്ടുള്ളതാണ്. അഭിപ്രായത്തിൽ പുതിയ നിയമത്തിലെ 25 ഒരു വാക്യം കർത്താവിന്റെ വരവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. പുതിയ നിയമത്തിലെ 260 അധ്യായങ്ങളിൽ 300 പ്രാവശ്യം ഇത് പരാമർശിക്കപ്പെടുന്നുണ്ട്. രണ്ടാം വരവ് പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന സത്യമാണെന്ന് റേ സ്റ്റഡ്മാൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കമന്ററി എന്റെ പക്കലുണ്ട് എന്ന ആള് പറയുന്നു. വെയിൻ ജാങ്സൺ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് 8 തവണ കൂടുതൽ പരാമർശിക്കപ്പെടുന്നു എന്നാണ്. 8 തവണ കൂടുതൽ പരാമർശിക്കപ്പെടുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള വാക്യം, ഇനിഷ്യൽ കമ്മിങ്. അദ്ദേഹത്തിന്റെ പുസ്തകമായ ദ ഫാക്ട് അബൌട്ട് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് എന്ന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ഒന്നത് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്, ദ പെറോസി ഓഫ് ക്രൈസ്റ്റ്. അപ്പം നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാൻ നാം
ബാധ്യസ്ഥരാണെന്നും അതിൽ നാം തയ്യാറാകണമെന്നും പത്രോസ് പത്രോസ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. എന്നാൽ ഈ നിരീശ്വരവാദികൾ ഇന്ന് വളരെ ശക്തമായ നിലയിൽ ഈ വിഷയത്തെ അഭിസംബോധനയോട് നമ്മൾ ചെവി കേൾക്കാതെ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂജയെ പോലെ നമ്മളൊന്നും കേൾക്കാത്തവരെ പോലെ നടക്കുകയാണ്. ഈ ഉദാഹരണമായിട്ട് പറയാം, ജെയിംസ് ടാബോ, ദ പ്രൊഫസർ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലീജിയസ് സ്റ്റഡീസ് ഇൻ യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോലിന, അമേരിക്കയിലെ നോർത്ത് കരോലിനയിലുള്ള യൂണിവേഴ്സിറ്റിയിലെ റിലീജിയസ് സ്റ്റഡീസിന്റെ പ്രൊഫസറായിരിക്കുന്ന ജെയിംസ് താബോർ പറഞ്ഞിരിക്കുന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിൽ നിന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മിശിഹൈക അപ്പോക്കാലിപ്റ്റിക് എസ്കറ്റോളജിക്ക് 100% പരാജയ നിരക്കുണ്ട്. ശ്രദ്ധിക്കണേ, പബ്ലിക്കിൽ വിവരം ബോധം ഇല്ലാത്തവരൊന്നും അല്ല. പുതിയ നിയമത്തിലെ പരാജയപ്പെട്ട അപ്പോക്കാലിപ്റ്റിക് യേശുവിനെയും അവന്റെ അനുയായികളുടെയും പ്രവചനങ്ങളെല്ലാം വെറുതെയായി. ജെയിംസ് താബോറിന്റെ പുതിയ നിയമവാദത്തിന്റെ പരാജയപ്പെട്ട അപ്പോക്കാലിപ്സ്. മറ്റൊരിടത്ത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: യോഹന്നാൻ സ്നാപകൻ, യേശു, യാക്കോബ്, പത്രോസ്, പൗലോസ് എന്നിവരെല്ലാം ജീവിച്ച് അക്രമാസക്തരായി മരിച്ചു. പ്രപഞ്ചത്തിലെ ആസന്നമായ പ്രത്യാഘാതത്തിന്റെ സന്ദേശം ഇവരുടെ അധരങ്ങളിൽ ഉണ്ടായിരുന്നു, വരാൻ പോകുന്ന വലിയ നാശത്തെക്കുറിച്ച്. പക്ഷെ അവർ ഏറ്റവും പ്രതീക്ഷിച്ചത് ഒരിക്കലും സംഭവിച്ചില്ല. ശരിയാ, പെട്ടെന്ന് കണ്ണുമിക്കുന്നു. നാം രൂപാന്തരപ്പെടും എന്ന് പറഞ്ഞ പൗലോസ് പറഞ്ഞു, പൗലോസ് ചത്തുപോയി, സംഭവിച്ചില്ല. അപ്പം ഇതെല്ലാം തെറ്റായി പരാജയപ്പെട്ടു എന്നത് ലോകം വിളിച്ചു പറയുക. എന്നാൽ ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഈ ചിന്തകൾ ഇതെല്ലാം പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ 1855, അതായത് 25 വർഷത്തിന് മുമ്പ്, അതായത് ജോൺ നെൽസൺ ഡാർബി, അദ്ദേഹം 1830 അദ്ദേഹത്തിന്റെ ഡിസ്പെൻസേഷണലിസം എന്ന് പറയുന്ന നമ്മൾ ഇന്ന് കാണുന്ന യുഗാന്ത്യ ശാസ്ത്ര പഠനം എന്ന് പറയുന്നുള്ള പുസ്തകങ്ങളില്ലേ, ഡിസ്പെൻസേഷൻ, മനസാക്ഷി യുഗം, നിഷ്പാപ യുഗം, മനസാക്ഷി യുഗം, ആ യുഗം, ഈ യുഗം, മാനുഷ്യ യുഗം, ന്യായപ്രമാണ യുഗം, അവസാനം അന്തിക്രിസ്തുവിന്റെ, ഇങ്ങനെ യുഗങ്ങൾ വെച്ച് പഠിക്കുന്നു. ഇതൊന്നും വേദവസത്തിന്റെ സംഭവമൊന്നുമല്ല കേട്ടോ. വേദവസത്തെ, കാരണം വിശയാമ്പരാന്റെ മടങ്ങി വരെ സംഭവിച്ചു കഴിഞ്ഞിരിക്കെ ഇനി അത് സംഭവിക്കാൻ പോകുന്നു എന്നവർക്ക് തെളിയിക്കണമെങ്കിൽ പുതിയ തിയറി ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ഇപ്പം 1805 ഡാർബി തന്റെ ഡിസ്പെൻസേഷൻ തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ജോർജ് പീറ്റർ ഹോൾഫോർഡ് എന്ന് പറയുന്ന ഒരാൾ, അതായത് ഒരു പുസ്തകം, ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം ആൻഡ് അബ്സല്യൂട്ട് ആൻഡ് ഇറസിസ്റ്റിബിൾ പ്രൂഫ് ഓഫ് ദ ഡിവൈൻ ഒറിജിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നതിനെ കുറിച്ച് ഡോക്ടർ ഗാരി ഡി മാർ എന്ന് പറയുന്ന ഒരു കമന്ററി എഴുത്തുകാരൻ, ഒരു വേദപണ്ഡിതനായ മനുഷ്യൻ, അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത്, അതായത് ഈ പുസ്തകത്തെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെന്റ്: ഇന്നത്തെ ക്രിസ്തീയ പുസ്തകശാലകളുടെ അലമാരയിൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ അന്ത്യകാല ശാസ്ത്ര അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകില്ല. പക്ഷേ പുതിയ നിയമത്തിലെ മിക്ക പ്രവചന ഭാഗങ്ങളും AD 70 യെരുശലേമിന്റെ നാശത്തിലേക്ക് നയിച്ചതും അതിൽ ഉൾപ്പെട്ടതുമായ സംഭവങ്ങൾ നിവൃത്തിയേറിയതായി കാണിക്കുന്ന ഒരു വലിയ പണ്ഡിത സുവിശേഷ സാഹിത്യം ഉണ്ട്. ഏതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം ആൻഡ് അബ്സല്യൂട്ട് ആൻഡ് ഇറസിസ്റ്റിബിൾ പ്രൂഫ് ഓഫ് ഡിവൈൻ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചുള്ള ആ പുസ്തകം, അതായത് ജോർജ് പീറ്റർ ഹോഫോർഡ് എഴുതിയത് പുസ്തകമുണ്ട്. 1805 ആദ്യമായി പ്രസിദ്ധീകരിച്ച ഹോഫോർഡിന്റെ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം ഒരു മികച്ച ഉദാഹരണമാണ്. ഡിസ്പെൻസേഷനിലിസ്റ്റിന്റെ ഉദയത്തിന് മുമ്പ് ഒലിവറ്റ് പ്രവചനം, അതായത് മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 അത് ഉപയോഗിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയും. അപ്പം കർത്താവ് പറഞ്ഞ ദേവാലയത്തിന്റെ നാശവുമായി ബന്ധപ്പെട്ട്, ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനവുമായി ബന്ധപ്പെട്ട് മിശിഹ ഒലിവുമലയിൽ വെച്ച് സംഭാഷണം നടത്തിയ ആ സംഭാഷണവുമായിട്ട് ഈ യെരുശലേമിന്റെ നാശമൊക്കെ ഉൾപ്പെട്ടിരുന്നു. അത് ആ കാലഘട്ടത്തിൽ ഡാർബി വരുന്നതിന് മുമ്പ് പഠിപ്പിക്കപ്പെട്ടിരുന്നു എന്നത് യാഥാർത്ഥ്യം. ഇങ്ങനെ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള കൃത്യമായ ബോധ്യം ഇവര് ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്നു. അപ്പം യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവെന്ന് പറയുന്നത് യെരുശലേം ദേവാലയത്തിന്റെ നാശവുമായി ബന്ധപ്പെട്ടതാണെന്നും ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനമാണെന്നും പുതുനിയമത്തിന്റെ ആരംഭമാണ് എന്നുള്ളത് മറന്നുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഒടുവിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എനിക്ക് മനസ്സിലായത് ഇതിൽ പസിലാണ്. പലപ്പോഴും ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മക്കൾ എന്നോട് ചേർന്ന് ഞങ്ങൾ ഒരിക്കൽ പസിൽ ഗെയിം
എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 700 പീസുള്ള ഒരു പസിൽ ഗെയിമാണെന്ന് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. തെറ്റാണെങ്കിൽ അറിയാലോ, ഓർമ്മ. അപ്പൊ ചില സാധനങ്ങൾ നമുക്ക് അറിയത്തില്ല, എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ യേശു ക്രിസ്തുവിന് മടങ്ങി വരും എന്ന് പറഞ്ഞ സംഭവം ബൈബിളിൽ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ഇത് കൊണ്ട് ഏറ്റവും ഓരത്ത് കൊണ്ട് വെച്ചേക്കും. ഇത് ആക്ച്വലി AD 70 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ പസിൽ അവിടെ വരേണ്ടത്. പക്ഷെ ഈ പസിലിന്റെ ഈ പാർട്ട് എടുത്തിട്ട് എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ഏറ്റവും ഒടുവിൽ കൊണ്ടുവച്ചിട്ട് അതിന്റെ ചുറ്റും കുറെ പൂക്കളം ഇട്ട് ഒരു തിയറി ഉണ്ടാക്കി. പിന്നെ അത് നമ്മുടെ ഡിസ്പെൻസേഷനിസത്തിന്റെ നേതാവായിരിക്കുന്ന ഡാർബി അതിന് കളർ കൊടുത്ത് ഇങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മുടെ സ്കോഫീൽഡ് ബൈബിളുകാരൻ അത് അമേരിക്കയ്ക്ക് കൊണ്ട് വെസ്റ്റേൺ തിയോളജിയിൽ ഗ്രൂപ്പിൽ പ്രബലമായിട്ട് അതിനെ പടർത്തുകയും നമ്മുടെ മൂടി തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനെ ലോകം മുഴുവൻ എല്ലാവർക്കും കൊണ്ടു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഈ സംഭവം സർവ്വസാധാരണമായിട്ട് വെസ്റ്റേൺ തിയോളജിയുടെ ലോകത്തിന് കൊടുത്ത ഏറ്റവും വലിയ തിക്തമായ അസത്യമായ ഒരു സംഭാവനയായിട്ട് ലോകത്ത് ഇപ്പോഴും അത് കറങ്ങി നടക്കുന്നു. അത് പ്രബലമാണ്. ഏത് മനുഷ്യൻ കർത്താവ് വരും, സഭയെ ചേർക്കുക, എങ്ങോട്ട് ചേർക്കുമെന്ന് പറയുന്നത്. അപ്പൊ ഈ ചത്തുവാന്മാരെ എങ്ങോട്ട് ചേർക്കുമെന്ന് ദൈവത്തിനറിയും. അതൊന്നും ചോദിച്ചേക്കരുത്, ചോദിക്കുന്നതിനകത്ത് വലിയ കഥയൊന്നും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ 23-31 വാക്യങ്ങളിൽ കർത്താവ് ആ കഷ്ടം കഴിഞ്ഞ ശേഷം സൂര്യൻ പോകും, ചന്ദ്രൻ വെളിച്ചം കൊടുക്കാതെയായിരിക്കും, നക്ഷത്രങ്ങൾ താഴെ വീഴും, ആകാശം താഴെ വീഴും, ആകാശത്തിന്റെ ശക്തി ഇളകും, മനുഷ്യപുത്രന്റെ സൈൻ ആകാശത്ത് വെളിപ്പെടും. അതായത് then will appear the sign of the Son of Man in heaven, and all the tribes of the land will mourn, and they will see the Son of Man coming in the cloud of heaven with power and great glory, and he will send forth his angels with a great trumpet, and will gather together the elect from the four winds, from one end to the heaven to another. അപ്പം കർത്താവ് ഇത് യേശുവിന്റെ മടങ്ങി വരവ് ആ ദേവാലയ, അതായത് ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ ശേഷം ഇതൊക്കെ നമ്മൾ എടുക്കുന്നറിയാമോ? ഇത് മഹോപദ്രവകാലം സംഭവിക്കാൻ പോകുന്നു, ദേവാലയം ഉണ്ടാകാൻ പോകുന്നു, അതിനകത്ത് ഇനിയും ശൂന്യമാക്കുന്ന മ്ലേച്ഛത വന്ന് ഇരിക്കാൻ പോകുന്നു, അന്ന് ഇസ്രായേലുള്ളവരെല്ലാം ഓടിപ്പോട്ടെ, ഇതെല്ലാം ഇനി സംഭവിക്കാൻ പോകുന്നതാണെന്ന് പഠിപ്പിക്കുന്ന കാലത്ത്. പക്ഷെ ഇതിനെക്കുറിച്ച് ജോൺ ചിൽട്ടൺ എന്ന് പറയുന്ന ഒരാള് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, ഞാൻ പാരഡൈസ് റെസ്റ്റോർ എന്നൊരു പുസ്തകമുണ്ട്, നിങ്ങൾക്കത് ഇന്റർനെറ്റ് അവൈലബിൾ ആണ്, നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ജോൺ ചിൽട്ടൺ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: സ്വർഗത്തിലൂടെ അടയാളമല്ല, അതായത് ഇറ്റ് ഇസ് നോട്ട് ദ സൈൻ വിച്ച് ഈസ് ഇൻ ഹെവൻ. സ്വർഗത്തിലുള്ള അടയാളത്തില്ല, സ്വർഗത്തിലെ മനുഷ്യപുത്രന്റെ അടയാളം വിളങ്ങുമെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിലുള്ള അടയാളമല്ല, മറിച്ച് പറയാണ് സ്വർഗത്തിലുള്ള മനുഷ്യപുത്രനാണിത്. മനുഷ്യപുത്രന്റെ അടയാളം, സ്വർഗത്തിലെ അടയാളമല്ല. ഇസ്രായേൽ മേലുള്ള ഈ വലിയ ന്യായവിധി, യെരുശലേമിന്റെയും ദേവാലയത്തിന്റെയും നാശം, യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് സിംഹാസനസ്ഥനായിരിക്കുന്നതിന്റെയും ലോക ജനതയെ ഭരിക്കുന്നവനും തന്റെ ശത്രുക്കളുടെ മേൽ പ്രതികാരം ചെയ്യുന്നവന്റെയും അടയാളമായിരിക്കുമെന്നാണ് കാര്യം. അതായത് ആ കാലം കഴിഞ്ഞ ശേഷം സൂര്യൻ പോകും, ചന്ദ്രൻ വെളിച്ചം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ താഴെ വീഴും. അങ്ങനെ അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം, എന്തുവാ അടയാളം? യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് സിംഹാസനത്തിനായിരിക്കുന്നു, സകല ജനത്തെയും അവൻ ഭരിക്കുന്നു, തന്റെ ശത്രുക്കളുടെ മേൽ പ്രതികാരം നടത്തുന്നു എന്നതിന്റെ അടയാളം ആണ് യെരുശലേമിന്റെ നാശം. എന്ന് പറഞ്ഞാൽ യെരുശലേമിൽ സൈന്യം വന്ന് അതിനെ ഉപരോധിച്ച് അതിനകത്ത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ദേവാലയത്തെ തകർത്ത്, ദൈവത്തിന്റെ ജനമാണ് ഉടമ്പടി തകർത്ത് അതിനകത്തുള്ള ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന് അവിടെയുള്ള വീടുകളും മരങ്ങളും കൃഷിസ്ഥലങ്ങളും മൊത്തം നശിപ്പിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിന്റെ വാഗ്ദത്ത ഭൂമിയെ കൽക്കുന്നാക്കി മാറ്റുന്ന ഈ സംഭവം ഭൂമിയിൽ AD 70 സംഭവിക്കുമ്പോൾ ഇത് എന്തിന്റെ അടയാളമാണ്? മനുഷ്യപുത്രൻ മഹിമയുടെ വലതുഭാഗത്തിരിക്കുന്നെന്നും സർവ്വജാതികളെയും ഭരിക്കുന്നുവെന്നും തന്റെ ശത്രുക്കളുടെ മേൽ പ്രതികാരം നടത്തുന്നെന്നും താൻ ഒരു മലയിൽ വെച്ച് സംഭാഷിച്ച പ്രവചനം നിവൃത്തിയായി എന്നതിന്റെ അടയാളമാണ് AD 70 യെരുശലേമിന്റെ നാശം. അല്ലാതെ ആകാശത്ത് നോക്കി അടയാളം കാത്തു നിൽക്കണ്ട. ആ അടയാളം AD 70 യെരുശലേമിൽ സംഭവിച്ചു എന്നതാണ് നിങ്ങൾ മറന്നുപോകരുത്. വേദപുസ്തകത്തെ കൃത്യമായ നിലയിൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത് ഉതകട്ടെ എന്ന് ഞാൻ അങ്ങ് പറയുക. സ്തോത്രം. ഓക്കെ, അപ്പൊ ഇത് കർത്താവ് ഭരിക്കുന്നു എന്നതിന്റെ അടയാളം. ജോൺ ചിൽട്ടൺ അടുത്ത് പറയുന്നത് ഇങ്ങനെയാണ്: AD 70 ദൈവികമായ നിശ്ചയിച്ച ആ മഹാകഷ്ടം ക്രിസ്തു ഇസ്രായേലിൽ നിന്ന് രാജ്യമെടുത്ത് സഭയ്ക്ക് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. പഴയ ദേവാലയത്തിന്റെ ശൂന്യമാക്കൽ പുതിയ ദേവാലയത്തിന്റെ ആരംഭത്തെ സൂചിപ്പിക്കുന്നു. അപ്പം യെരുശലേം ദേവാലയം നശിപ്പിച്ചതിന്റെ അർത്ഥം പുതിയ വീട് പണി കഴിഞ്ഞു എന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടില് പഴയ വീട് പൊളിച്ചു കളയുന്ന എപ്പോഴാണ്? പുതുവീട് കഴിഞ്ഞിട്ട്, പുതുവീട് പൂർത്തിയായി പാലുകാച്ചിന് തൊട്ട് മുമ്പ് പഴയ വീട് പൊളിച്ചു കളയും. അതുപോലെ പഴയ ദൈവത്തിന്റെ മന്ദിരമായ പിതാവിന്റെ ഭവനമായ യെരുശലേം ദേവാലയം പൊളിച്ചു കളഞ്ഞത് ക്രിസ്തു തന്റെ പുത്രൻ
യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരിലൂടെ പരിശുദ്ധാത്മാവിനാൽ ജീവനുള്ള ആത്മിക കല്ലുകളെ കൊണ്ട് പടുത്തുയർത്തിയ യെരൂശലേം, പുത്തൻ യെരൂശലേം എന്ന ദേവാലയത്തിന്റെ പണി അപ്പോസ്തലന്മാർ AD 70 ആയപ്പോഴേക്കും പൂർത്തീകരിച്ചത് കൊണ്ടാണ് പഴയത് പൊളിച്ചു കളഞ്ഞത്. ചെവിയുള്ളവർ കേൾക്കുക, ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെ കൃത്യമായ നിലയിൽ പ്രെറ്ററിസം എന്ന് പറയുന്നത് വളരെ ശക്തമായ നിലയിൽ മുമ്പോട്ട്. അപ്പൊ കർത്താവ് യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള വാക്കുകളുണ്ട്. ഞാൻ ഇതിന് കർത്താവ് യേശുക്രിസ്തുവിന്റെ അടയാളം ആകാശത്ത് വിളങ്ങും എന്ന് പറയുന്നതിനെ കുറിച്ച് ജോസീഫസ് പറയുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തുവാൻ ആഗ്രഹിക്കും. ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി പോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഈ സ്വർഗത്തിൽ ദൃശ്യമായ അടയാളങ്ങൾ ഞാൻ പറഞ്ഞു, അത് കർത്താവിന്റെ കർത്താവ് സിംഹാസനത്തിരിക്കുന്ന അടയാളമാണ്. താഴെ ഇതും സംഭവിക്കും. അതായത് ഈ സംഭവം നടക്കുമ്പോൾ അക്ഷരികമായി അവിടെയുള്ള ആകാശത്ത് ചില അടയാളങ്ങൾ വെളിപ്പെട്ടിരുന്നു എന്ന് ജോസീഫസ് പറയുന്നുണ്ട്. അതായത് മനുഷ്യപുത്രൻ ശക്തിയോടും മഹത്വത്തോടും ആകാശമേഖലയിൽ വരുന്നത് അവർ കാണും. അപ്പൊ ഈ ആളുകൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, AD 70 മനുഷ്യപുത്രൻ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണുമെന്നല്ലേ പറഞ്ഞ് അവർ കണ്ടോ? അവർ കാണുകയും ചെയ്തു. അതായത് മനുഷ്യപുത്രന്റെ അടയാളം മേഘത്തിൽ വരുന്നത് അവർ കണ്ടു. അതിന് ചരിത്രം അത് നമുക്കായി രേഖപ്പെടുത്തും. ജോസീഫസ് അത് റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. ആ പെരുന്നാൾ കഴിഞ്ഞ്, അതായത് അത് പെസഹയുടെ പെരുന്നാളാണ്, പെരുന്നാൾ കഴിഞ്ഞ് അധികം ദിവസങ്ങൾക്കുള്ളിൽ ആർട്ടമിസിസ് മാസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോമിലെ ആ പേരാകട്ടെ, 21-ാം ദിവസം ഒരു അത്ഭുതകരവും അവിശ്വസനീയമായ പ്രതിഭാസം പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടവർ പറഞ്ഞതാണ്. കാരണം സൂര്യാസ്തമയത്തിന് മുൻപ് chariots, troops of soldiers in their armor were seen running among the cloud and surrounding the city. സൂര്യാസ്തമയത്തിന് മുമ്പ് എന്താ കണ്ടത്? മേഘങ്ങൾക്കിടയിലൂടെയും നഗരങ്ങളുടെ ചുറ്റുപാടുകളിലും രഥങ്ങളും പടച്ചട്ട ധരിച്ച പട്ടാളക്കാരും ഓടുന്നത് അവർ ആകാശത്തെ സീമയിൽ കണ്ടു. ഇത് ഞാനല്ല എഴുതിയത്. ജോസീഫസ് തന്റെ വാർ ഓഫ് ദ ജൂസ് എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ 6-ാമത്തെ ബുക്കില് 296, 299 പേജ്, അതിൽ 6-ാമത്തെ പുസ്തകം 5-ാമത്തെ ചാപ്റ്റർ 3-ാമത്തെ പാരഗ്രാഫ്, 6, 5, 3 സംശയമുള്ളവർ പോയി വായിക്കുക. അപ്പൊ കർത്താവായ യേശു വരിക എന്നൊരു വാക്കുണ്ട്. ഞാൻ പലപ്പോഴും പറയുന്നത് ഈ വരിക പോവുക എന്നൊക്കെ പറഞ്ഞാൽ മനുഷ്യനെ കുറിച്ച് പറയേണ്ട വാക്ക്. കർത്താവ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തിന്റെ പുത്രൻ ആ ദൈവമാണ്. ഈ ദൈവം വരുന്നു എന്നൊക്കെ പറഞ്ഞ എന്തു ആലോചിച്ചു, പഠിച്ചു വെച്ചേക്കും. കുതിരപ്പുറത്ത് ദൈവം വരുന്നത്. എന്നിട്ട് യെരൂശലേമിൽ പോയി ഒരു വലിയ സിംഹാസനത്തിൽ പോയി ഇങ്ങനെ ഇരിക്കുക ദൈവം. അല്ല, മാതാമൃതാനന്ദമായി വള്ളിക്കാവിൽ പോയിരിക്കുന്ന പോലെ യേശുക്രിസ്തു യെരൂശലേമിൽ ഒരു വലിയ തേക്കും കൊണ്ടൊരു തേക്കല്ല, സ്വർണം കൊണ്ട് വലിയൊരു സിംഹാസനം ഉണ്ടാക്കുക. അതിനകത്ത് 1000 വർഷം ഇരുന്ന് ഭരിക്കുക. ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്ന 1000 വർഷം അവിടെ പോയി കുത്തിയിരുന്ന് ഭരിക്കുന്ന ആ ആള് അങ്ങനെ സംഭവമെങ്കിൽ ആ ആള് ദൈവമല്ല. ആള് ദൈവമല്ലെന്ന്. കാരണം ദൈവം സർവ്വഭൂമിയും തന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചവനാണ്. യെരൂശലേമിൽ മാത്രം പോയി ഒരു കസേര കുത്തിയിരിക്കുന്ന ദൈവം ദൈവമല്ല. നിങ്ങൾ പറയുന്ന ആ ദൈവം യേശുക്രിസ്തു ദൈവമല്ലെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ജീവിപ്പിക്കുന്ന ആത്മാവാണ്. പ്രപഞ്ചം മുഴുവൻ അവന്റെ സാന്നിധ്യമുണ്ട്. സകലതും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന, എല്ലായിടത്തും തന്റെ സാന്നിധ്യമുള്ള, എല്ലാവരുടെ ഉള്ളിലും മഹത്വത്തിന്റെ പ്രത്യാശയായി വസിക്കുന്ന യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഏതോ കസേരയെ പോയി കുത്തിയിരുന്ന് 1000 വർഷം ഭരിച്ചിട്ട് പിന്നെയും പിശാചിനെ അഴിച്ചുവിട്ട് നാട് നന്നാക്കാൻ പറ്റാത്ത നമ്മുടെ ഭരണാധികാരികളെ പോലെ ഒരു തോറ്റ നേതാവല്ല എന്റെ അർത്ഥം. The Lord, the Jesus you are preaching today, they are not God. He's not God. He's not God at all. He's a human person. He's not omnipresent. ഏതോ ഒരു ലൊക്കാലിറ്റി പോയി കുത്തിയിരിക്കുന്നു, ഭരിക്കുന്നു. വിട്ടേ സ്തോത്രം. അപ്പം അവന്റെ വരവ് എന്ന പദത്തെക്കുറിച്ച് നമ്മളും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് എന്തുവാണ് ഈ കമ്മിങ് എന്ന് പറഞ്ഞാൽ? പറോസിയ. ഇതെല്ലാം ഓരോ സബ്ജക്റ്റ് വലിയ വലിയ സബ്ജക്റ്റുകളെങ്കിലും പറോസിയ എന്ന പദം എല്ലാവർക്കും അറിയാം. AD 70 AD 66 ഏപ്രിലാണ് ഇത് സംഭവിച്ചത്. അതായത് 66 AD 66 മുതലാണ്, AD 66 ഉപരോധം വന്നത്. അടുത്ത 3.5 വർഷമാണ് പീഡനം ഉണ്ടായത്. AD 70 ഇതിന്റെ പൂർണ്ണതയിലേക്കും. അപ്പൊ ക്രൈസ്റ്റിന്റെ കമ്മിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ ദിവസത്തിന് ഒരു പ്രാധാന്യമുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സമയത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ഇനി ഇതെന്താണെന്ന് ഈ പറൂസി എന്താണെന്നതിനെ കുറിച്ച് ചില അഭിപ്രായങ്ങൾ നമുക്ക്. രണ്ടാം വരവ് എന്ന വാക്ക് ബൈബിൾ പലപ്പോഴും പറൂസി എന്ന പദം ഉപയോഗിക്കുന്നു. അതിന്റെ അർത്ഥം സാന്നിധ്യം, വരിക എന്നുള്ള സാന്നിധ്യം, അല്ലെങ്കിൽ വരവ് എന്നർത്ഥമുള്ള ഗ്രീക്ക് പദമാണ്.
ഒരു ജേതാവായ ജനറൽ അല്ലെങ്കിൽ രാജാവ്, ചക്രവർത്തി അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു നഗരത്തിൽ മാസങ്ങളോ വർഷങ്ങളോ ദീർഘനേരം താമസിക്കുന്നതിനായി വന്ന് പിന്നീട് തന്റെ സിംഹാസനത്തിന്റെ ഇരിപ്പിടമായ തലസ്ഥാന നഗരിയിലേക്ക് മടങ്ങുന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണിത്. അതായത് ഇറ്റ് ഡിനോട്ട്സ് ദ അറൈവൽ ഓഫ് എ കോൺകറിംഗ് ജനറൽ, എംപറർ ഓർ എ ഹൈ റാങ്കിങ് ഒഫീഷ്യൽസ് into a city for an extended stay, oftentimes for a several months or years before then returning to the capital. അതായത് ഏതോ ഒരു നാട്ടിൽ പോയി അധികാരം പ്രാപിച്ച് നേതാവായിട്ട് തന്റെ സ്വദേശത്തേക്ക്, തന്റെ സ്വന്തം പട്ടണത്തിലേക്ക് തിരികെ വരുന്ന ഒരു വരവിനെയാണ്, എന്നിട്ട് ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ വരവിനെയാണ് പറൂസിയ എന്ന വാക്കുകൊണ്ട് ഗ്രീക്കിൽ അർത്ഥമാക്കുന്നത്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതായത് രാജ്യത്വം പ്രാപിക്കാൻ പോയിട്ട് തിരിച്ചു വരിക, വന്നിട്ട് ഇവിടെ വന്ന് എന്നേക്കുമായി താമസിച്ച് സിംഹാസനസ്ഥനായി ഇരിക്കുന്ന ആ രാജാവിന്റെ വരവിനെ കുറിച്ച് പറയുന്ന വാക്കാണ് പറോസിയ. ആ വാക്ക് ഒരു വരവിനെ സൂചിപ്പിക്കുന്നത്, അത് ആ പറോസിയാണ് സൂചിപ്പിക്കുന്നത്. തുടർന്ന് ഒരു ദീർഘമായ സാന്നിധ്യം അല്ലെങ്കിൽ താമസം, അവിടെ വന്ന് നിരന്തരമായ ആ സാന്നിധ്യം അവിടെ ഉണ്ടാവും, നിരന്തരമായ അവിടെ താമസം, പലപ്പോഴും തുടർന്നുള്ള ഒരു പുറപ്പാട് എന്നിവയെ സൂചിപ്പിക്കുന്നു. രണ്ടാം വരവ് അല്ലെങ്കിൽ പറൂസിയെ കുറിച്ച് ആളുകൾ ചിന്തിക്കുമ്പോൾ അവർ പലപ്പോഴും മേഘങ്ങളിൽ ക്രിസ്തു ഒരു തവണ ഹ്രസ്വമായ പ്രത്യക്ഷതയാണ് സങ്കല്പിക്കുന്നത്. ചുമ്മാ ഇങ്ങോട്ട് മേഘത്തിൽ വരുന്നതാണ്. എന്നിരുന്നാലും ഫിലിപ്പിയ ലേഖനം 2:12 പറൂസി ഉപയോഗിച്ചിരിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2:12 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു എന്ന് പറയുന്നതിനെ കുറിച്ച് പറൂസി ഉപയോഗിക്കുന്നു. അപ്പം ഈ പറൂസിയ ഉപയോഗിച്ചിരിക്കുന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത് പോലെ ഈ പദം പൊതുവെ ഒരു വരവിനെയും ദീർഘമായ ഒരു താമസത്തെയും അല്ലെങ്കിൽ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നു. കാരണം മനസ്സിലാവുന്നുണ്ടോ? വന്ന് താമസിക്കുക. അപ്പൊ കർത്താവ് തന്റെ ചർച്ചിലേക്ക് വരിക, പുതിയ യെരൂശലേമിലേക്ക് വന്ന് തന്റെ സാന്നിധ്യം പൂർണ്ണമായി തന്റെ ജനം അനുഭവിക്കത്തക്ക നിലയിൽ എന്നേക്കും അവരോടുകൂടെ വന്ന് താമസിക്കുന്നതിനാണ് ഈ പറൂസി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കിട്ടിയാ ഞാൻ പറയുന്നത്. സോ ഇങ്ങനെ ധാരാളമായിട്ട് കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പറയാം. ഞാൻ ജസ്റ്റ് വീണ്ടും ആവർത്തിക്കുന്നില്ല. സോ ഈ കർത്താവിന്റെ മടങ്ങിവരവ് എന്ന് പറയുന്ന വിഷയം, അല്ലെങ്കിൽ സെക്കൻഡ് കമ്മിങ് എന്ന വിഷയം, ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാകയാൽ ഇതെല്ലാം നമ്മൾ വേദപുസ്തകത്തെ ട്വിസ്റ്റ് ചെയ്യാതെ, നമ്മൾ ആവശ്യമില്ലാതെ ഇവിടെ നമ്മളിത് വചനം പറയുമ്പോൾ ആള് പറയുന്നത് അവർ വേദപുസ്തകത്തെ ഇങ്ങനെ എന്ത് ചെയ്യാം, വേദപുസ്തകത്തെ അവർ കോട്ടിക്കളയും. നമ്മൾ കോട്ടിക്കളയുന്നൊന്നുമില്ല, കൃത്യമായ കാര്യം പറഞ്ഞു തരുന്നതേ ഉള്ളൂ, കോട്ടേണ്ട ആവശ്യമില്ല. ഓക്കെ. മറ്റു ചില കാര്യങ്ങൾ കർത്താവിന്റെ വരവിനെ സംബന്ധിച്ച AD 70 സംഭവിച്ച മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ ഞാൻ ചരിത്രപരമായിട്ട് രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുക. അതായത് യെരുശലേമിന് മുകളിലുള്ള ആകാശങ്ങളിൽ കാണപ്പെട്ട മറ്റു ചില അടയാളങ്ങളെക്കുറിച്ച് ജോസിഫസ് പറഞ്ഞിങ്ങനെ. ഞാൻ നേരത്തെ പറയാം, സായുധ യുദ്ധ നിരയിലുള്ള സൈനികരുടെ സൈന്യം, ആകാശത്തിലെ രഥങ്ങളും ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാനോക്കിൽ ഉദ്ധരിച്ച യൂത പറയുന്ന പ്രവചനത്തെ ഇതാ കർത്താവ് തന്റെ 10,000 വിശുദ്ധന്മാരുമായി 1000 വിശുദ്ധന്മാരുമായി ഇറങ്ങി വരുന്നതിനെ കുറിച്ച്, എല്ലാവരെയും ന്യായം വിധിക്കാൻ വരുന്നതിനെ കുറിച്ച് യൂദയുടെ ലേഖനം 14:15 പറഞ്ഞിരിക്കുന്ന പോലെ കൃത്യമായ കാഴ്ച അന്നത്തെ സമയത്ത് അവര് സൂര്യൻ അസ്തമിക്കുന്ന ചക്രവാളത്തിൽ കണ്ടു എന്ന് ജോസിഫസ് ധരിക്കുന്നു. മധ്യകാലഘട്ടത്തിലെ ജൂതന്മാർ വളരെയധികം വായിക്കുകയും വളരെയധികം ബഹുമാനിക്കുകയും ചെയ്ത ചരിത്ര സ്രോതസ്സാണ് യോസിഫോൺ. ഞാൻ ഈ പറഞ്ഞത് യോസിഫോൺ. ആദം മുതൽ യെരുശലേം ആക്രമിച്ച ടൈറ്റസിന്റെ കാലം വരെയുള്ള ജൂതന്മാരുടെ ചരിത്രം ഈ യോസിഫോൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെരുശലേമിന്റെ നാശത്തിന്റെ സംഭവങ്ങൾ അദ്ദേഹം വിവരിക്കുന്ന ഇങ്ങനെയാണ്. പിന്നീട് അതിവിശുദ്ധ സ്ഥലത്തിന് മുകളിൽ, അതായത് മോസ്റ്റ് ഹോളി പ്ലേസിന് മുകളിൽ നിന്ന് രാത്രി മുഴുവൻ ഒരു മനുഷ്യന്റെ മുഖം കാണാമായിരുന്നു. ആ സന്ദർഭത്തിൽ, അതായത് ഇവര് പെസഹായുടെ അന്ന് യെരുശലേം ദേവാലയത്തിൽ എല്ലാവരും വന്നു കൂടി, അങ്ങനെയാണ് ഒരുപാട് ജനം അവിടെ വന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് ഒരു മനുഷ്യന്റെ മുഖം കാണാമായിരുന്നു. ആ മനുഷ്യന്റെ സൗന്ദര്യം ഒരു ദേശത്ത് ഒരിക്കലും കണ്ടിട്ടില്ലാത്തതുപോലെയായിരുന്നു. അവന്റെ രൂപം വളരെ ഭയാനകമായിട്ട് അവർക്ക് തോന്നി. മാത്രമല്ല, ആ ദിവസങ്ങളിൽ അഗ്നിരഥങ്ങളും കുതിരപ്പടകളും കാണപ്പെട്ടു. ആകാശത്ത് പറന്നുയരുന്ന ഒരു വലിയ സൈന്യം യെരുശലേമിനും മുഴുവൻ യഹൂദ ദേശത്തിനും എതിരെ വരുന്നത് അവർ കണ്ടു. അവരെല്ലാം അഗ്നിക്കുതിരകളും അഗ്നി അശ്വങ്ങളുമായിരുന്നു എന്ന് സെഫർ യോസിഫോൺ എന്ന പുസ്തകം, സെഫർ എന്ന് പറഞ്ഞ ബുക്കനാണ്, പുരാതന ഇസ്രായേലിന്റെ ഒരു മധ്യകാല ചരിത്രം എന്ന പുസ്തകത്തെ സ്റ്റീവൻ ബി ബോമാൻ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതിന്റെ അധ്യായം 88 ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറുസലേം എന്ന ആ ഭാഗത്ത് കാണാനായിട്ട് പറ്റും. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം. ജോസിഫോൺ, അതായത് ജോസിഫസിനെ പോലെ ജോസിഫോൺ ആകാശ രഥങ്ങളും കുതിരപ്പടകളെയും കുറിച്ച് പരാമർശിക്കുന്നു. പക്ഷേ അധിക വിശദാംശങ്ങൾ ശ്രദ്ധിക്കുക. അവ അഗ്നിരഥങ്ങളും അഗ്നി
അശ്വങ്ങളുമായിരുന്നു, അഗ്നിസവാരിക്കാർ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരോടൊപ്പം സ്വർഗത്തിൽ നിന്ന് ജ്വലിക്കുന്ന അഗ്നിയിൽ പ്രത്യക്ഷപ്പെടുന്ന പൗലോസ് തെസ്സലോനിക്ക ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 2 തെസ്സലോനിക്ക 1:7 പറഞ്ഞിരിക്കുന്നതുമായി നമുക്കിത് ഒത്ത് വായിപ്പാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പരാമർശിക്കുമ്പോൾ രാത്രി ആകാശത്തിൽ ഒരു മനുഷ്യപുത്രന്റെ മുഖത്തിന്റെ രൂപരേഖയെക്കുറിച്ച് പരാമർശം മനോഹരവും അതിശയകരമായിരുന്നു എന്നതിനെ കുറിച്ച് കാണുമ്പോൾ വെളിപ്പാട് 6-ന്റെ 15-14 പറയുന്നു, അപ്പോൾ ഭൂമിയിലെ രാജാക്കന്മാരും മഹാന്മാരും സൈന്യാധിപന്മാരും ധനികരും ശക്തരും അടിമകളും സ്വതന്ത്രരും എല്ലാവരും ഗുഹകളിലും പർവ്വതങ്ങളിലും പാറക്കിടയിലും ഒളിച്ച് മലകളോടും പാറകളോടും വിളിച്ച് പറഞ്ഞത്, ഞങ്ങളുടെ മേൽ വീഴുവിൻ, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുഖത്ത് നിന്ന് കുഞ്ഞാടിന്റെ കോപത്തിൽ ഞങ്ങളെ മറയ്ക്കുവിൻ, അവരുടെ മഹാകോപ ദിവസം വന്നിരിക്കുന്നു, ആർക്ക് നിൽപ്പാൻ കഴിയും? കുഞ്ഞാടിന്റെ മുഖം കാണുക. അപ്പൊ ഇത് AD 70 അക്ഷരം പ്രതി സംഭവിക്കുക. അതിവിശുദ്ധ സ്ഥലത്തിന്റെ മുകളിൽ മനോഹരമായി ഭയങ്കരമായി ഭയപ്പെടുത്തുന്ന, അവർക്ക് ഭയം ഉളവാക്കുന്ന നിലയിൽ ലോകത്തെങ്ങും കാണാത്ത സൗന്ദര്യമുള്ള ഒരു മനുഷ്യമുഖം വെളിപ്പെട്ടു എന്ന് കൃത്യമായ നിലയിൽ അവര് പറയുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിൽ കെയ്സർ പറഞ്ഞിങ്ങനെ, ഇപ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ജൂതൻ ആകാശത്തൊരു മനുഷ്യപുത്രന്റെ ക്രിസ്ത്യാനിയത്തെ എന്ന് പറഞ്ഞാൽ ഇത് ജോസിഫസ് എഴുതിയ കേട്ടോ, ഇത് ഡാർബിയുടെ പുസ്തകം വായിച്ച ആരുമല്ല. ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ജൂതൻ ആകാശത്തൊരു മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു തിയോഫനിയുടെ ഒരു രൂപത്തെ വിവരിക്കുന്നു. അതിശയിപ്പിക്കുന്ന ഒരു സൗന്ദര്യം അവനുണ്ട്. ഈ അവിശ്വാസിയായ ജൂതൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കെട്ടിച്ചമയ്ക്കേണ്ട ഒരു കാര്യമില്ല. ജോസഫത്തിന് ചുമ്മാ എഴുതേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഇസ്രായേലിനെ ന്യായം വിധിക്കാൻ, ക്രിസ്തുവിന്റെ ആത്മീയപരവിന്റെ സത്യം തെളിയിക്കാൻ ക്രിസ്ത്യാനികൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്നതിനാൽ ഒരു ജൂത ചരിത്രകാലിൽ നിന്ന് വരുന്ന അവിശ്വസനീയമാമിതം ശക്തമായ സാക്ഷ്യമാണിതെന്ന് ഞാൻ കരുതുന്നു. അത് ഫിൽ കെയ്സർ തന്റെ പുസ്തകത്തിൽ കമന്ററിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങിവരെന്ന് പറഞ്ഞാൽ നമ്മൾ AD 70 ഇത് നമ്മൾ അവഗണിക്കുക. ഒരുപാട് സംഭവങ്ങൾ നടന്ന ഒരു വലിയ ഇവന്റാണ്. മോശ മുതൽ പ്രവചിച്ച ഒരു ഇവന്റാണ്. അതിനെ പഠിക്കാതെ, അതെന്താന്ന് മനസ്സിലാക്കാതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പസിൽസ് എവിടെ കൊണ്ടുവന്ന് പിടിപ്പിക്കണമെന്ന് അറിയാതെ താണ്ട ഓരത്ത് കൊണ്ടുവന്ന് മാറ്റി വെച്ചിട്ട് എവിടെയോ കൊണ്ടുവന്ന് ലാസ്റ്റ് കൊണ്ട്. ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ ഓപ്പണായിട്ട് പറയാം, അന്തസ്സോടെ പറയാം, തല ഉയർത്തി പറയാം, ഒരു പൂർത്തീകരിക്കപ്പെട്ട അന്ത്യകാലത്തിന്റെ ശാസ്ത്രത്തെ പഠിപ്പിക്കാൻ ദൈവത്തിന്റെ കൃപയാൽ ദൈവം ഭാഗ്യം ഓർത്ത് സ്തോത്രം ചെയ്യും. അത് ലോകത്തെ 99.9% ആൾ എതിർത്താലും സത്യമായതുകൊണ്ട് ജീവൻ കൊടുത്തു വേണമെങ്കിലും ഇത് പ്രസംഗിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത് സത്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജോസഫസിന്റെ പുസ്തകത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ഇതെല്ലാം കൂടെ വിശദീകരിക്കുന്നില്ല, ഈ വീഡിയോക്ക് ഒരുപാട് ദൈർഘ്യമായി പോകും. അതുകൊണ്ട് വേറൊരു കാര്യം കൂടെ, ഈ നമുക്കറിയാലോ പ്രസംഗകരുടെ പ്രഭു, എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് പ്രസംഗകരുടെ പ്രഭുവായ സ്പർജൻ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താൻ ആഗ്രഹിക്കും. സ്പർജന്റെ പൊസിഷൻ ഇങ്ങനെയായിരുന്നു: യെരുശലേമിലെ ജഡ്ജ്മെന്റ് AD 7 സംഭവിച്ചു. യെസ്. മത്തായിയുടെ സുവിശേഷം 24 ഫുൾഫില്ലായി. യെസ്. പ്രൊഫറ്റിക് കോസ്മിക് ഇമേജറി സിംബോളിസം ആണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. യെസ്. ഫ്യൂച്ചർ കമ്മിങ്ങിനെ കുറിച്ച് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒലിവറ്റ് ഡിസ്കോസസ് മൊത്തം നിവൃത്തിയായി എന്നാണ് സ്പർജൻ തന്റെ പ്രസംഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ ഒന്നുണ്ടായിരിക്കും. അപ്പം പ്രസംഗങ്ങളുടെ പ്രഭുവിനും മത്തായിയുടെ സുവിശേഷം 24, മർക്കോസ് 13, ലൂക്കോസ് 21 നിവർത്തിക്കപ്പെട്ടു എന്നത് അദ്ദേഹം പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ദാറ്റ്സ് എനഫ്.